ഹലോ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് കുറച്ച് നേരമായി, ഏകദേശം 10:30 അടുത്തോളമായി. പക്ഷേ മാർക്കറ്റ് ഇതുവരെ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ എൻട്രിയും എക്സിറ്റും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിന്നൊരു എൻട്രി എടുക്കാമെന്നുള്ള ബേസിലാണ്. ഏകദേശം 1:2, 1:3 ആ ഒരു ടാർഗറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെയാണ് എപ്പോഴും പോലെ തന്നെ. ടാർഗറ്റ് ഇന്ന് വലുതില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 1:2ൻ്റെ മുകളിൽ തന്നെയാണ് എന്തായാലും. അപ്പോൾ ഏകദേശം സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് കൂടെ ഞാൻ അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാൻ പോകുന്നു. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 10 റുപ്പീസിൻ്റെ സ്റ്റോപ്പ് ലോസാണ് വയ്ക്കുന്നത്. ഏകദേശം ടാർഗറ്റ് 60 റുപ്പീസിൻ്റെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഏകദേശം 1:6 എന്നുള്ളൊരു ഇതാണ്. ചെറിയൊരു എൻട്രി എടുക്കാം. ചെറിയൊരു എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ എൻട്രിയിലേക്ക് പോകുന്നുണ്ട്. ചെറിയൊരു ടാർഗറ്റാണ് എനിക്ക് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു എൻട്രി എടുത്തത്, ചെറിയ തന്നെ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് കിട്ടുമോ അതോ എപ്പോഴും ഡൗണിലേക്ക് തന്നെ വരുമോ. 2-3 ദിവസം ഇന്ന് ഫുൾ ഡൗൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ പോവോ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു ബ്രേക്ക് ഔട്ടിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമുക്കത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടാണെന്ന് നമുക്ക് കണ്ടു തന്നെ നോക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ഹൈൻ്റെ അവിടെ നിന്ന് ചെറിയൊരു റെസിസ്റ്റൻസ് കാണിച്ച് ചിലപ്പോൾ അവിടെ നിന്ന് റിവേഴ്സിൽ വരും. ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ നമുക്ക് റിവേഴ്സിൽ വരും. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്കിന്ന് സംഭവിക്കാൻ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നൊരു ഏകദേശം ഈ റേഞ്ചിൽ നമുക്ക് നോക്കി നിൽക്കാം. നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ എല്ലാം അങ്ങനെ റിവേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അല്ലെങ്കിൽ കണ്ടിന്യൂ പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ടാർഗറ്റ് എടുത്ത് ഇറങ്ങാം. ഇനി റിവേഴ്സിൽ വന്നാലും കൂടെ നമ്മളെന്തായാലും എൻട്രി എവിടെയാണോ അവിടെ നിന്ന് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആവും. ചെറിയൊരു ലോസിൽ എക്സിറ്റ് ആവുന്നതാണ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് എൻട്രി പോയിന്റിൽ തന്നെ വെക്കാം. നമുക്ക് ഇനി സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. ഇനി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. നമുക്കിനി അവിടെ നിന്ന് ഈ അടുത്തൊരു ഈ ഒരു ക്യാൻഡലിൻ്റെ ഡൗൺ ക്രോസ് ചെയ്യണമെങ്കിൽ ഞാനത് എക്സിറ്റ് ആവും. ഇനി മാക്സിമം പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ആവാം, അത്രേ ഉള്ളൂ. അപ്പോൾ എൻട്രി പോയിന്റിലെങ്കിൽ എക്സിറ്റ് ആവാം, അത്രേ ഉള്ളൂ. എനിക്ക് ട്രേഡിൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ എൻട്രി കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാൻ, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ ഒരു എൻട്രിയാണ് എടുക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ടാർഗറ്റ് അടിക്കുമോ, ടാർഗറ്റിൽ നിന്ന് റിയാക്ട് ചെയ്യണ്ടോ, റിവേഴ്സിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് ടാർഗറ്റിൻ്റെ അവിടെ നിന്ന് എക്സിറ്റ് ആവാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇവിടെ നിന്നൊരു റിവേഴ്സിലാണ് കാണുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഫീലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇതിലിപ്പോൾ വലിയ ലോസ് വരാനൊന്നുമില്ല. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് പോകുന്നല്ലാതെ വലിയ ലോസൊന്നും വരാനൊന്നുമില്ല. ചെറിയ എന്തെങ്കിലും ലോസ് വന്നാൽ വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എൻട്രിൻ്റെ അവിടെ ഒരു സപ്പോർട്ടുണ്ട്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ആവും. എന്തായാലും അവിടെ നിന്ന് ക്ലോസിങ് ഒരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ആവുന്നതാണ്. അല്ലെങ്കിൽ ഞാനത് ഹോൾഡ് ചെയ്യും. അപ്പോൾ എന്തായാലും വലിയ രീതിയിൽ ഉള്ളൊരു ലോസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫസ്റ്റേ പറഞ്ഞതാണ്, ചെറിയ പ്രോഫിറ്റും ചെറിയ ലോസും എന്നുള്ള ചെറിയൊരു ട്രേഡ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയ പോലെയാണ് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഫീൽ ആവുന്നത്. ഫേക്ക് ബ്രേക്ക് ഔട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് അവിടെ നിന്ന് പിന്നെയും താഴോട്ട് തന്നെ വന്ന് കളിക്കാനുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യുമോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ
നമ്മുടെ മൂവിങ് ആവറേജും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അപ്പോൾ ട്രേഡ് എക്സിറ്റ് ആവാം, അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത എൻട്രി വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം. ട്രേഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും എക്സിറ്റ് ആയിരിക്കാം. അപ്പോൾ ഇനി നാളെ നോക്കാം, അല്ലെങ്കിൽ അടുത്ത എൻട്രി വരികയാണെങ്കിൽ നമുക്ക് നോക്കാം.